ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ. എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് അക്കൗണ്ടിൽ വന്നിക്കണേ. ഞാൻ ATM പോയിട്ട് എടുക്കാൻ പോവാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പോയി വന്നിട്ട് പറയാം. അങ്ങനെ ഇനി ATM പോയി ക്യാഷൊക്കെ എടുത്തിട്ടോ. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെൻ്റ് ആണിത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിരിക്കണു. സത്യത്തിൽ എനിക്കത് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അൽഹംദുലില്ലാ. പിന്നെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഞാൻ പറയാം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, എല്ലാ ആൾക്കാർക്കും $100 ആയി കഴിഞ്ഞാലാണ് പേയ്മെൻറ്റ് കിട്ടുക. $100 പറയുമ്പോൾ ഏകദേശം 10ൻ്റെ അടുത്തേക്ക് വരും. എനിക്കും അത്ര തന്നെയാണ്. ഇത് കിട്ടാൻ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. യൂട്യൂബ് വീഡിയോസ് കാണുന്നത്, ലൈവ് കാണുന്നത്, ഓൽക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഞാൻ ഈ സമയത്ത് പറയാണ്. പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ തന്നെ കേട്ടോ. കാരണം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് എമൗണ്ട് കിട്ടിയത്. പ്രത്യേകിച്ച് ഒരു വ്യക്തി ഉണ്ട്. ആ ഒരു വ്യക്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. അല്ലാതെ ലോങ് വീഡിയോ മാത്രം ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ലൈവ് ചെയ്യൽ തുടങ്ങിയിട്ടാണ് എനിക്ക് ഈ പേയ്മെൻറ്റ് കിട്ടാൻ സഹായിച്ചത്. കാര്യം പോലെ യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു തംബ്നെയിൽ കൊടുത്തിട്ട് വീഡിയോ ഇടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാട്ടോ. എല്ലാവർക്കും അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം ഒരുപാട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം, അതിപ്പോൾ എത്ര കുറഞ്ഞത് എത്ര ആയിക്കോട്ടെ നമുക്കത് കിട്ടുകയെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ ഏതൊരാൾക്കും ആഗ്രഹിച്ചൊരു കാര്യമാക്കാൻ കേട്ടോ. ഇനി ഈ യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ കഷ്ടപ്പാട് അനുഭവിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെതായിട്ടുള്ളൊരു പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത്. ഏകദേശം 1 വർഷം ഞാനിതിൻ്റെ ബാക്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഊണും ഉറക്കവും പിന്നെ കുറേ ജോലികളൊക്കെ ഒഴിവാക്കി ഇതിന് പേയ്മെൻറ്റ് കിട്ടണം, എനിക്ക് വീഡിയോസ് ഇടണം, എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നല്ല കഷ്ടപ്പെട്ടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കഷ്ടപ്പെട്ടുക്കണു. പിന്നെ അപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷം ഏകദേശം ആയിട്ടോ. ആ ഒരു സമയത്ത് തന്നെ എനിക്കിങ്ങനെ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരിക്കണം. പിന്നെ ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളും ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്നെ നല്ല രീതിയിൽ ബാധിച്ചിരിക്കണം. അതൊക്കെ ഞാൻ പറ്റണ പോലെ തരണം ചെയ്ത് യൂട്യൂബ് എൻ്റെ ഒരു ജോലിയായിട്ട് കണ്ടിട്ടാണ് ഞാൻ പിന്നെ എടുത്തിരുന്നത്. എല്ലാവരും ജോലി ചെയ്യും, രാവിലെ നേരം വെളുത്ത് ജോലിക്ക് പോകും. ഞാനും തന്നെ എൻ്റെ കുറച്ച് ജോലികളൊക്കെ തീർത്ത് വേഗം യൂട്യൂബിൽ വീഡിയോസ് ഇടാനും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എനിക്ക് പിന്നെ ഇതിൻ്റെ എതിര് നിന്നിക്കണെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലാണ് പോണത് എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ടിരിക്കണം. എന്നാലും ഞാനിത് തരണം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആരും നമുക്ക് ഒരു ക്യാഷും കാര്യങ്ങളൊന്നും ഇന്നാന്ന് പറഞ്ഞ് തരാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ചോദിച്ച് മേടിച്ചണം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് ചോദിച്ച് മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പൈസ എന്തിനെങ്കിലും ആവശ്യത്തിന്. അപ്പം നമുക്ക് നമ്മളതായ രീതിയിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എത്ര ആയിക്കോട്ടെ, ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, നമ്മളിതെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് അണക്കൊന്നും കിട്ടൂല, ഈ വെറുതെ എൻ്റെ സമയം കളയാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല ജോലിക്കും ബൈക്കൊതിക്കയറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിൽ ഞാൻ നേരിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെൽത്ത് കാര്യങ്ങളൊന്നും ഓക്കെ അല്ലാന്നും. പിന്നെ കാരണം എഡിറ്റ് ചെയ്യൽ, വീഡിയോ എടുക്കൽ, പിന്നെ നമ്മൾ ആരും സഹായത്തിന് നമുക്ക് ആരും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും
എല്ലാ കാര്യങ്ങളും പിന്നെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു വർക്കും കാര്യങ്ങളും ഇല്ലാത്ത ഞാൻ പെട്ടെന്ന് യൂട്യൂബ് തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എന്നാലും പതിയെ പതിയെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേ. പിന്നെ ഞാൻ ചാനലിൽ മോണിറ്റൈസേഷൻ ആകാൻ ഉപയോഗിച്ച മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയിലൊന്നും പിന്നെ അധികം ആൾക്കാർ കാണുന്നില്ല. അതിന് എനിക്കൊരു പേയ്മെൻറ്റും കിട്ടണില്ല. 0.5 അങ്ങനെയൊക്കെയുള്ള ഡോളറാണ് കിട്ടുന്നത്. $1 പോലും തികച്ച് എനിക്ക് കിട്ടൂല ഇന്ന്. കാരണം എൻ്റെ വീഡിയോസിന് അധികം ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ രാവിലെ എണീക്കണം, കുറച്ച് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ ഞാൻ ഉൾപ്പെടുത്തുന്നതും. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അതിനൊരു പരിധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിനൊന്നും എനിക്കൊരു പേയ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ക്യാഷിൽ എനിക്ക് ലോങ് വീഡിയോന്നോ ഷോർട്ട് വീഡിയോന്നോ ഒരു പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല. എനിക്ക് മോണിറ്റൈസേഷൻ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ കഷ്ടപ്പെട്ടു പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ടു. ഏത് വിധത്തിലുള്ള വീഡിയോസ് ഇട്ടാലാണ് പിന്നെ നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് കുറേ ഞാൻ ആലോചിച്ച്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ആൾക്കാർ, അതായത് സപ്പോർട്ട് ചെയ്യണ 1-2 പേര് ആൾക്കാർ മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും ലൈവും കാര്യങ്ങളും ചെയ്തപ്പോൾ എനിക്ക് പിന്നെ 4000 വാച്ച് അവറൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെ ആ ലൈവ് കാരണം തന്നെയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടാനും കാരണം. ഞാൻ പേരും കാര്യങ്ങളും പറയണില്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ ചെയ്യേണ്ട ലൈവിൽ അത്രയും നല്ല ആൾക്കാരാണ്, നല്ല രീതിയിൽ സംസാരിക്കൽ, നല്ല ആൾക്കാരാണ് വരല്. ഒരു ബാഡ് കമൻറ്റോ കാര്യങ്ങളോ എപ്പോഴെങ്കിലും 1-2 വരിക എന്നല്ലാതെ അങ്ങനെ വരലില്ല. കമൻറ്റ് വീഡിയോ അത് തരണം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ലൈവ് കൊണ്ടുപോകുക എന്നുള്ളത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതേപോലെ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ പറയും അതത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത് നല്ലതാണ്, കമൻ്റായിട്ട് അറിയിക്കൂട്ടോ. ലൈവിലാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരാണ് പറയലുണ്ട് ഇന്ന വീഡിയോ നല്ലതാണ്, ഇന്ന വീഡിയോ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറ്റുന്ന പോലെ ഒഴിവാക്കലുണ്ട്. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് മാസം പേയ്മെൻറ്റ് കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും 4000 വാച്ച് കംപ്ലീറ്റ് ആക്കുക, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കുക എന്നുള്ളത് നല്ല റിസ്ക്കുള്ള പണിയാണ്. എനിക്കൊക്കെ 15-13 സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. ഞാനിപ്പോൾ 5K ആവാനായി. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൂടുക എന്നുള്ളതായിരുന്നു എൻ്റെ കണക്കിൽ. കാരണം അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു സന്തോഷമാണ്. ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാകലുണ്ട്. അങ്ങനെ ഓരോ ദിവസം ഇടുമ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മതി, അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ കൂടുമ്പോൾ എന്നാലും ഒന്ന് കൂടാതെ പറയണത് എന്നെ സംബന്ധിച്ച് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തർ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് എത്ര ഇട്ടിട്ടും കാര്യമില്ല. പിന്നെ അതുപോലെ കാണുന്ന ആൾക്കാർ 1000 ആയിക്കഴിഞ്ഞാലും 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാലും ഒന്നും നമുക്ക് പിന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ നമ്മളിടുന്ന വീഡിയോസ് കുറഞ്ഞത് 2000-3000 ആൾക്കാരെങ്കിലും കാണണം. എൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഇതിൽ വന്നാൽ 400, 500, 600 അങ്ങനെയുള്ള ആൾക്കാർ മാത്രമുള്ളൂ കാണുന്നത് കുറഞ്ഞത്. പക്ഷേ ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2000-3000 ഒക്കെ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് $1-2 ഒക്കെ കയറും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലോങ് വീഡിയോന്ന് തീരെ എനിക്ക് കിട്ടുന്നില്ല. ഷോർട്ട് വീഡിയോ ഒന്നും ആയിക്കോട്ടെ തീരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വീഡിയോസ് ഇട്ടാലും നമുക്ക് പൈസ കയറും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ആടെ മാറിട്ടോ. ഞാൻ ഓരോരുത്തരോട് അന്വേഷിച്ചു, ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടൂല. നമ്മൾ എത്ര തന്നെ വീഡിയോസ് ഇട്ടാലും കുറഞ്ഞത് 3000-2000 ആൾക്കാർ കാണണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് $1-2 ഒക്കെ കയറുക. അപ്പോൾ ഒരിക്കലും നമുക്കിനി ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നീട് ഇങ്ങോട്ടുള്ള മാസത്തിൽ നമുക്ക് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കരുത് ആരും. എനിക്കിപ്പോൾ ഈ മാസത്തെ പേയ്മെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ഈ മാസം എനിക്ക് ഒന്നുമില്ല. ഒരിക്കലും ഇത് മാസം എൻ്റെ എമൗണ്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും നല്ല വീഡിയോസ് അപ്ലോഡ് ആക്കാൻ നോക്കുക. ഏത് വീഡിയോസാണ് നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസ് അപ്ലോഡ് ആക്കുക. പിന്നെ അതുപോലെ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് പേയ്മെൻറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ
ഒന്നും കിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കണ്ടേന്. സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയണത്, എന്താണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു പേയ്മെൻറ്റ് ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട്, എത്രയോ ഇരട്ടി കിട്ടുന്നുണ്ട് സാലറി കാര്യങ്ങളൊക്കെ. അവൾക്കിപ്പോൾ എത്ര കിട്ടിയിട്ടാണ് സന്തോഷം എന്നൊന്നും തോന്നരുത്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണം യൂട്യൂബ് തുടങ്ങിയ സമയത്ത്. 2 കുട്ടികൾ, പിന്നെ അതേപോലെ ഓരോ കാര്യങ്ങൾ, വീട്ടുജോലി സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ കൂടുതൽ ആരും ഇല്ല. എൻ്റെ അമ്മയാണ് പിന്നെ ഉള്ളത്. എൻ്റെ അമ്മ ഏത് സമയം ചോദിക്കും പിന്നെ എന്തായി എത്രയായി. കാരണം അമ്മക്ക് അത്രയും ആഗ്രഹമുണ്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്ക് ആരോടും ചോദിക്കാതെ എൻ്റെ കയ്യിൽ ക്യാഷ് കാണണം എന്നുള്ളത് എൻ്റെ അമ്മക്ക് നല്ല ആഗ്രഹമുണ്ട്. ഈ ഒരു പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. ഉമ്മാനോട് പറയണം എനിക്ക്, പിന്നെ സർപ്രൈസ് ആയിട്ട് പറയണം. ഉമ്മ ചോദിച്ചു എന്നോട് കിട്ടിയോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നോടെ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ കിട്ടിയെന്ന് പറയണ്ട, നീ സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ക്യാഷ് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, എന്താണ് എൻ്റെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം ഫസ്റ്റ്. പിന്നെ ഇസൂന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, ഹെസക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, ആവശ്യമുള്ളതുകൾ. പിന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചണം. ഫസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കണത്. കാരണം മനസ്സ് വേണ്ടി നമുക്ക് കിട്ടിയ ക്യാഷ് നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും ആവശ്യമുള്ളത് മേടിച്ചെന്നുള്ളത് ഏതൊരാളുടെ ആഗ്രഹകരം. മറ്റേത് നമ്മൾ ചോദിച്ച് മേടിച്ച് ഓരോ കാര്യം ഇന്ന കാര്യത്തിനാണ് മേത്തും. പിന്നെ എങ്ങനെ ഞാൻ ഈ $100 കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് കുറേ ടെൻഷൻ അടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ദൈവത്തെ പോലെ ഒരാൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു, അഥവാ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഒരിക്കലും ഞാൻ ആ ഒരാളെ പേരും കാര്യങ്ങളും പറയുന്നില്ല. എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും സപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്. അത് വീണ്ടും പറയാണ്, ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് സർപ്രൈസ് ആയിട്ട് എന്താണ് ക്യാഷ് കിട്ടിയ കാര്യം പറയണം. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുക്കും. എന്താണ് അപ്പോൾ നിങ്ങളത് കാണുകൊണ്ടു. പിന്നെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് 9-ന്. ആ ഒരു സമയത്ത് ഉമ്മാക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് മേടിച്ചു കൊടുക്കണം. കാരണം എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എൻ്റെ അമ്മക്കൊരു മാക്സി പോലും മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ എൻ്റേത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാഷ് എൻ്റെ അടുത്തില്ല. ഒരാൾക്ക് നിന്ന് കിട്ടിയിട്ട് വേണം. എന്നിട്ട് അപ്പം അമ്മ പറയും അത് വേണ്ട, എനിക്ക് അങ്ങനെ ഒരാളത് ഉമ്മാക്ക് താല്പര്യമില്ല. കാരണം എൻ്റെതേ തീരുന്നില്ല. അപ്പോൾ പിന്നെ അല്ലേ ഉമ്മാക്ക് എന്നുള്ള കാഴ്ചപ്പാട് ഉമ്മാക്ക് അങ്ങനെ ഒരിക്കലും ഉമ്മ ആഗ്രഹിച്ചിട്ടുമില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ എനിക്ക് എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. വീഡിയോ അപ്ലോഡ് ആക്കുക, അത് നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. എനിക്ക് ഇനി എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, പിന്നെ എനിക്കൊരു വീട്ടിൽ ഒരിക്കലും നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെതെന്ന് പറഞ്ഞേക്കും എനിക്കൊരു വീട് വേണം. അത് ഞാൻ എപ്പോഴും പറയലുണ്ട്, ലൈവിലൊക്കെ പറയലുണ്ട്. അത് ഏതൊരാൾക്കും ആഗ്രഹമുള്ള കാര്യമാക്കാനും. പക്ഷേ എൻ്റെതെന്ന് പറയാൻ ചെറിയൊരു വീടും കാര്യങ്ങളും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. കാരണം ഒരാൾക്ക് ഇഷ്ടമല്ലാതെ ഇവിടെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. ആർക്കും ഇഷ്ടമല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഒരിക്കലും എല്ലാവരും നല്ല കാണുന്ന പോലെയല്ല. എല്ലാവർക്കും എല്ലാതായിട്ടുള്ള ഇടങ്ങേറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിതിന്ന് എന്താണ് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ആരോഗ്യം ഉണ്ടെങ്കിൽ, പിന്നെ അതേപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. പിന്നെ അതിന് എന്താണ് ദൈവം എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം ഫസ്റ്റ് ആരോഗ്യം വേണം, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുക, അതേപോലെ മുന്നോട്ട് പോകാനും പറ്റുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പേയ്മെൻറ്റ് കിട്ടി അത് ഓക്കെ, പക്ഷേ എന്താണ് ഇനി അടുത്ത് എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇതിന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അഥവാ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ യൂട്യൂബിലെ വീഡിയോസ് ഇട്ട് എന്താണ് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ വെക്കണം. ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എനിക്കിനി കഷ്ടപ്പെട്ടേ പറ്റൂ. കാരണം ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല. എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം അത് എങ്ങനെയാണ് അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോ എനിക്കിങ്ങനെ കിട്ടും. കാരണം ചുറ്റും എല്ലാവരും കിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം കാര്യങ്ങൾ എനിക്ക് നല്ലോണം ഉണ്ട്. നമുക്ക് തോന്നും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുകയാണല്ലോ, അത് ഈസിയാണ്, നല്ല സുഖമാണ് എന്നൊക്കെ തോന്നും. ഒരിക്കലും ഈസിയല്ല. ഉറക്കം നമുക്ക് കുറഞ്ഞു പോകും സത്യത്തിൽ. കാരണം ഓരോ ദിവസം വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കലും അത് അത്രയും റിസ്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. യൂട്യൂബ് എളുപ്പമാണെന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ട് യൂട്യൂബ് തുടങ്ങരുത്. കഷ്ടപ്പാട് നല്ലോണം ഉണ്ട്. എന്താണ് അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വലുതാണ്. എല്ലാവർക്കും തോന്നും ഇത്ര എമൗണ്ട് കിട്ടിയിട്ടാണോ അവൾക്ക് ഇത്ര തന്നെ. കാരണം നമുക്ക് ഒന്നും കിട്ടാതെ നമ്മൾ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനൊന്നും പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും കിട്ടാതെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെയും ആ ഒരു മാസത്തെയൊക്കെ പരിശ്രമത്തിൻ്റെ ഫലം നമുക്ക് ലാസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്ര കുറവാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ 1000 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ അത് നമുക്ക് അത്രയും വലുതായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി നിങ്ങളോട് ഷെയർ ചെയ്ത് പിന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പിന്നെ എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും ഞാനിതിൽ പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കണം. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം.